നമസ്കാരം. ഈ അടുത്ത് എന്റെ വളരെ അടുത്ത സുഹൃത്ത് എന്നെ വിളിക്കുകയുണ്ടായി. തന്റെ ഓട്ടിസം ബാധിച്ച മോൾക്ക് വേണ്ടി എടുക്കാൻ സാധിക്കുന്ന എന്തെങ്കിലും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഉണ്ടോ എന്നറിയാൻ. മോളുടെ ചികിത്സയ്ക്കായി ഈ അടുത്ത് 40,000 രൂപ ആവശ്യമാണെന്ന് എന്നോട് പറഞ്ഞു. ഇപ്പോൾ നിലവിലുള്ള സാധാരണ ആരോഗ്യ ഇൻഷുറൻസ് പോളിസികളിൽ ഓട്ടിസം, ബുദ്ധിമാന്ദ്യം, സെറിബ്രൽ പാൾസി, ഒന്നിലധികം വൈകല്യങ്ങൾ ബാധിച്ച വ്യക്തികൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കാറില്ല. ഇങ്ങനെയുള്ള വിഭാഗക്കാർക്ക് എന്തെങ്കിലും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഉണ്ടോ എന്നുള്ള എന്റെ അന്വേഷണമാണ് കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ നൽകി വരുന്ന നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ കൊണ്ടെത്തി. അതെ, നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഓട്ടിസം, ബുദ്ധിമാന്ദ്യം, സെറിബ്രൽ പാൾസി, ഒന്നിലധികം വൈകല്യങ്ങളുള്ള വിഭാഗക്കാർക്ക് 1,00,000 രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നതിനായി വാർഷിക പ്രീമിയമായി വെറും 250 രൂപ മാത്രം നൽകിയാൽ മതിയാകും. പ്രത്യേക പ്രായപരിധിയോ വരുമാന മാനദണ്ഡങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതും നിലവിലുള്ള അസുഖങ്ങൾക്ക് കവറേജ് ലഭിക്കുകയും ചെയ്യും. നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ, സ്കീം ഫീച്ചേഴ്സ്, ഡോക്യുമെന്റേഷൻ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ശാരീരികവും മാനസികവും സാമ്പത്തികവുമായി ബുദ്ധിമുട്ടുന്ന കുടുംബങ്ങൾക്ക്, നിരവധി കുടുംബങ്ങൾക്ക് ഒരു ആശ്വാസമാണ് നിരാമയ എന്ന ഈ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ എന്നെ പരിചയപ്പെടുത്തട്ടെ. എന്റെ പേര് സനോജ് ലാൽ, എ സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ കൺസൾട്ടന്റ്. കഴിഞ്ഞ 18 വർഷമായി ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നു. എല്ലാ ആഴ്ചയിലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പുതിയ പുതിയ ഇൻഫോർമേഷനുകളുമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിലെത്തുന്നു. ട്രസ്റ്റ് ടോക്ക് എന്ന ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ ടു ഗെറ്റ് ദ റൈറ്റ് ഇൻഫോർമേഷൻ അറ്റ് റൈറ്റ് ടൈം. ബി ഹെൽത്തി ആൻഡ് വെൽത്തി. എലിജിബിലിറ്റി ക്രൈറ്റീരിയ. ഫസ്റ്റ് പോയിന്റ്, നിരാമയ സ്കീമിന് യോഗ്യത നേടുന്നതിന് വ്യക്തി നാഷണൽ ട്രസ്റ്റിൽ രജിസ്റ്റർ ചെയ്യുകയും നാഷണൽ ട്രസ്റ്റ് ആക്ട് പ്രകാരം നിർവചിച്ചിരിക്കുന്ന വൈകല്യങ്ങൾ ഉണ്ടായിരിക്കേണ്ടതുമാണ്. പോയിന്റ് നമ്പർ 2, പൊതുവിഭാഗത്തിന് പ്രത്യേക പ്രായപരിധിയോ വരുമാന മാനദണ്ഡങ്ങളോ ഒന്നും ഈ പദ്ധതിയിൽ പറയുന്നില്ല. എന്നിരുന്നാലും ദാരിദ്ര്യരേഖ താഴെയുള്ള കുടുംബങ്ങൾക്ക് സബ്സിഡിയുള്ള പ്രീമിയം ലഭ്യമാണ്. അടുത്തതായി ഈ പദ്ധതിയുടെ സ്കീം ഫീച്ചേഴ്സ്, പദ്ധതി ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി വിഭാവനം ചെയ്യുന്നത് സമഗ്രമായ ഇൻഷുറൻസ് പരിരക്ഷയാണ്. ഫസ്റ്റ് പോയിന്റ്, സിംഗിൾ പ്രീമിയം അക്രോസ് ഏജ് സ്പാൻ. പ്രായപരിധിയിലുടനീളം ഒരൊറ്റ പ്രീമിയമാണ് ഈ പദ്ധതിയിൽ ഉണ്ടായിരിക്കുന്നത്. പോയിന്റ് നമ്പർ 2, പ്രൊവൈഡ് സെയിം കവറേജ് ഇറസ്പെക്റ്റീവ് ഓഫ് ദ ടൈപ്പ് ഓഫ് ഡിസബിലിറ്റി. അതായത് നാഷണൽ ട്രസ്റ്റ് ആക്ടിന്റെ കീഴിൽ വരുന്ന വൈകല്യത്തിന്റെ തരം പരിഗണിക്കാതെ തന്നെ ഒരേ കവറേജ് ഈ പദ്ധതിയിൽ നൽകുന്നു. പോയിന്റ് നമ്പർ 3, ഇൻഷുറൻസ് കവർ അപ് ടു 1 lakh. 1,00,000 വരെയുള്ള ഇൻഷുറൻസ് പരിരക്ഷ ഈ പദ്ധതിയിൽ ലഭിക്കുന്നു. അത് റീഇംബേഴ്സ്മെന്റ് അടിസ്ഥാനത്തിലാണെന്ന് മാത്രം. ക്യാഷ്ലെസ് സൗകര്യം ഈ പദ്ധതിയിൽ ലഭ്യമല്ല. പോയിന്റ് നമ്പർ 4, നോ പ്രീ മെഡിക്കൽ ഇൻഷുറൻസ് മെഡിക്കൽ ടെസ്റ്റ്. ഈ പദ്ധതിയിൽ ചേരാൻ പ്രീ മെഡിക്കൽ ടെസ്റ്റുകളുടെ ആവശ്യം ഒന്നും തന്നെ ഇല്ല. പോയിന്റ് നമ്പർ 5, ട്രീറ്റ്മെന്റ് ക്യാൻ ബി ടേക്കൺ ഫ്രം എനി ഹോസ്പിറ്റൽ. ഈ പദ്ധതി ആനുകൂല്യം ലഭിക്കുന്നതിനായി ഏത് ആശുപത്രിയിൽ നിന്നും ചികിത്സാ സഹായം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനി ഈ പദ്ധതിയുടെ കീഴിൽ വിവിധ മെഡിക്കൽ ചെലവുകൾക്കുള്ള ഉപപരിധികൾ എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ പദ്ധതിയിൽ ഒരു വ്യക്തിക്കുള്ള കവറേജിന്റെ മൊത്തം പരിധി 1,00,000 രൂപയാണ്. ഇതിൽ 55,000 രൂപ വ്യക്തിയുടെ ഹോസ്പിറ്റലുകളിലുള്ള കിടത്തി ചികിത്സകൾക്കും 19,000 രൂപ ഔട്ട് പേഷ്യന്റ് കെയറുകൾക്കും ഉപപരിധി നിർണയിച്ചിരിക്കുന്നു. 55,000 രൂപയുടെ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് പരിധിയിൽ 40,000 രൂപ ജന്മനാ വൈകല്യങ്ങൾ ഉൾപ്പെടെ നിലവിൽ വൈകല്യങ്ങൾ ഉള്ളവർക്ക് ശസ്ത്രക്രിയകൾക്കും 15,000 രൂപ സർജറി വേണ്ടാത്ത ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസിനുമായി പരിധി നിശ്ചയിച്ചിരിക്കുന്നു. 19,000 രൂപ ഔട്ട് പേഷ്യന്റ് കെയർ പരിധിയിൽ 15,000 രൂപ മരുന്ന്, ഡോക്ടർ ഫീ, ലാബ് ടെസ്റ്റുകൾ എന്നിവയുടെ ചെലവുകൾക്കായി 4,000 രൂപ ദന്തരോഗ ചികിത്സകൾക്കായി പരിധി പറയും. ഇവ കൂടാതെ 20,000 രൂപ വൈകല്യത്തിന്റെ ആഘാതം, വൈകല്യവുമായി ബന്ധപ്പെട്ട സങ്കീർണതകൾ എന്നിവ കുറയ്ക്കുന്നതിനുള്ള തെറാപ്പികൾക്കും 4,000 രൂപ ആയുർവേദം, ഹോമിയോ തുടങ്ങിയ ഓൾട്ടർനേറ്റീവ് മെഡിസിൻസുകൾക്കും 2,000 രൂപ വ്യക്തിയുടെ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലേക്കുള്ള ഗതാഗത ചെലവുകൾക്കും ഈ സ്കീമിൽ കവറേജ് നൽകും. ഇനി അടുത്തതായി ഈ പദ്ധതിയിൽ എൻറോൾ ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒരു വ്യക്തിയുടെ ഐഡന്റിറ്റി പ്രൂഫ്, ഇൻകം ഡോക്യുമെന്റ്, അത് BPL കുടുംബങ്ങൾക്ക് മാത്രം, വൈകല്യത്തിന്റെ തെളിവ്, ഇത്രയും ഡോക്യുമെന്റുകളാണ് ഒരു വ്യക്തി ഈ പദ്ധതിയിൽ ചേരാൻ സമർപ്പിക്കേണ്ടത്. അർഹതപ്പെട്ട വ്യക്തികൾക്ക് രജിസ്റ്റർ ചെയ്ത ഓർഗനൈസേഷൻ, NGOകൾ അല്ലെങ്കിൽ
നാഷണൽ ട്രസ്റ്റിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയോ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. നിങ്ങളുടെ ലൊക്കേഷനിലെ അംഗീകൃത സംഘടനകളെ പറ്റി അറിയാൻ നിങ്ങൾക്ക് നാഷണൽ ട്രസ്റ്റിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. ഇതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തതായി ഈ പദ്ധതിയിൽ ചേരാനുള്ള എൻറോൾമെന്റ് ഫീയും റിന്യൂവൽ പ്രീമിയം എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ പദ്ധതിയിൽ ചേരുന്നതിനായി പൊതുവിഭാഗത്തിന് 500 രൂപയും BPL വിഭാഗത്തിന് 250 രൂപയുമാണ് ഉള്ളത്. ഇനി റിന്യൂവൽ പ്രീമിയത്തിനായി പൊതുവിഭാഗത്തിന് 250 രൂപയും BPL വിഭാഗത്തിന് 50 രൂപയുമാണ് നിലവിലുള്ളത്. എൻറോൾമെന്റ് അഥവാ പുതുക്കൽ ഫീസ് 1 വർഷത്തേക്കാണ് വാലിഡിറ്റി. അതായത് എൻറോൾമെന്റ് അഥവാ പുതുക്കൽ ഫീസ് നടത്തുന്ന സാമ്പത്തിക വർഷത്തിന്റെ മാർച്ച് 31 വരെയാണ് വാലിഡിറ്റി എന്നർത്ഥം. തുടർന്ന് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നതിനായി പദ്ധതി അവസാനിക്കുന്നതിന് 3 മാസം മുൻപ് നാഷണൽ ട്രസ്റ്റിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയോ NGO വഴിയോ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അടുത്തതായി ഈ പദ്ധതിയുടെ ക്ലെയിം സെറ്റിൽമെന്റ് പ്രോസസ് എങ്ങനെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ചികിത്സാ സഹായം റീഇംബേഴ്സ്മെന്റ് അടിസ്ഥാനത്തിൽ മാത്രമാണ് നൽകി വരുന്നത്. ഇതിനുവേണ്ടി നിർദ്ദിഷ്ട ക്ലെയിം ഫോം, വൗച്ചറുകൾ, ബില്ലുകൾ, ബാങ്ക് ഡീറ്റെയിൽസ് തുടങ്ങിയവ ചികിത്സയ്ക്ക് ശേഷം അല്ലെങ്കിൽ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത 30 ദിവസത്തിനുള്ളിൽ ഇൻഷുറൻസ് കമ്പനിയിൽ സമർപ്പിക്കേണ്ടതാണ്. ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സിന്റെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ 3% പേർ ഓട്ടിസത്തിന്റെ നിഴലിലാണെന്ന് കണക്കാക്കപ്പെടുന്നു. ബുദ്ധിമാന്ദ്യം, സെറിബ്രൽ പാളിസി തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തികൾ വേറെ. ഇങ്ങനെ മാനസിക വിഷമത അനുഭവിക്കുന്ന കമ്മ്യൂണിറ്റികളെ പുനരധിവസിപ്പിക്കുന്നതിനും ചികിത്സാ സഹായം നൽകുന്നതിനും കേന്ദ്ര സർക്കാർ നാഷണൽ ട്രസ്റ്റിന്റെ കീഴിൽ ആവിഷ്കരിച്ച നിരാമയ എന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിലെ എൻറോൾമെന്റും പുതുക്കലും വർഷം മുഴുവൻ ഓപ്പൺ ആയി തന്നെ ഇരിക്കും. ഈ വിലപ്പെട്ട ഇൻഫോർമേഷൻ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഈ പദ്ധതിയെ പറ്റിയുള്ള കൂടുതൽ ഇൻഫോർമേഷനുകൾക്ക് നിങ്ങൾക്ക് നാഷണൽ ട്രസ്റ്റിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുകയോ നാഷണൽ ട്രസ്റ്റിന്റെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ ബന്ധപ്പെടാവുന്നതോ ആണ്. വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് ഒരു അഭ്യർത്ഥന, ട്രസ്റ്റ് ടോക്ക് എന്ന ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ ടു ഗെറ്റ് ദ റൈറ്റ് ഇൻഫോർമേഷൻസ് അറ്റ് റൈറ്റ് ടൈം. ഇനി അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് വരുന്നവരെ ഐ ആം സൈനിങ് ഓഫ്. സനോജ് ലാൽ.